പ്രിയ സുഹൃത്തുക്കളെ, സഹകാരി സമൂഹമേ, നമ്മുടെ സഹകരണ മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ വിപുലമായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വെബ്സൈറ്റാണ് www.sagagari.org. ഈ വെബ്സൈറ്റിൽ നിലവിൽ 160ഓളം പേജുകളും 10,000-നടുത്ത് ഫയലുകളുമുള്ള വിപുലമായ ഒരു ശേഖരമാണ്. ഈ വെബ്സൈറ്റിൻ്റെ കണ്ടന്റുകളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ വീഡിയോ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ വളരെ വേഗത്തിൽ നമുക്ക് ആ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വിലപ്പെട്ട സമയം ലാഭിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ വെബ്സൈറ്റിൻ്റെ ഉപയോഗം പരമാവധി വർദ്ധിപ്പിച്ച് കൂടുതൽ അറിവ് ഉള്ളവരായിട്ട് നമ്മുടെ മേഖലയിലെ ആൾക്കാരെ മാറ്റുക എന്നുള്ളതാണ് ഈ സൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. ആ ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ പരമ്പരയായിട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ വെബ്സൈറ്റിലേക്ക് എങ്ങനെ പ്രവേശിക്കാം, അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എങ്ങനെ കൊടുത്ത് എങ്ങനെ നമുക്ക് സൈറ്റ് ആക്സസ് ചെയ്യാം. അതോടൊപ്പം തന്നെ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റായ ആനുവൽ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ വാർഷിക സ്ഥിതിവിവര കണക്കുകളുടെ ശേഖരണം, അതിനുള്ള വിവിധ ഫോമുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കുലേഴ്സ്, അതിന് ചെക്ക് മെമ്മോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അത് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു. നമുക്ക് sagagari.org വെബ്സൈറ്റിലേക്ക് എപ്രകാരം പ്രവേശിക്കാമെന്ന് ആദ്യമായിട്ട് നോക്കാം. അതിന് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മൗസില്ല ഫയർഫോക്സ് പോലെയുള്ള ഇൻ്റർനെറ്റ് പ്രൊവൈഡർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ അതിനുള്ള ആപ്പിൽ പ്രവേശിച്ചിട്ട് നമ്മൾ അതിൻ്റെ അഡ്രസ് ബാറിൽ www.sagagari SAHAKARY ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഐ അല്ല, org എന്ന് എൻ്റർ ചെയ്ത് നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഹകാരി വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. നമ്മുടെ നെറ്റിൻ്റെ വേഗത അനുസരിച്ച് ഈ സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്തിൽ മാറ്റം വരാം. ഇപ്പോൾ നമുക്ക് സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് sagagari.orgയുടെ ഹോം പേജ്. അതിലാദ്യം സഹകാരിയുടെ എംബ്ലം ഉണ്ട്, പിന്നെ ടാപ്പ് ടു കോൾ എന്ന് പറയുന്ന ഒരു ഫീൽഡുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് താഴോട്ട് വരുമ്പോൾ അതിലുള്ള മറ്റ് പ്രധാനപ്പെട്ട റിസോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്, സർക്കുലേഴ്സ്, ഡൗൺലോഡ്സ്, വെൽഫെയർ, അതർ റിസോഴ്സസ്, കോണ്ടാക്റ്റസ് എന്നൊക്കെ പറഞ്ഞുള്ള റിസോഴ്സ് ഉണ്ട്. പിന്നീട് പ്ലീസ് ഫീൽ ഫ്രീ ടു കോണ്ടാക്റ്റ് എന്നുള്ള ഒരു ലിങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ ഫീൽഡൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും. കോണ്ടാക്റ്റ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ആ മെസ്സേജുകൾക്കെല്ലാം എൻ്റെ മെയിൽ ഐ ഡി ആയിട്ട് സിങ്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് താഴോട്ട് വരുമ്പോൾ നമുക്ക് അതർ യൂസ്ഫുൾ വെബ്സൈറ്റ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസ് കോർണർ, പോയിൻറ്റ്സ് ടു റിമെമ്പർ, മോഡൽ സബ് റൂൾസ് എന്നീ ഷോർട്ട് കട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നമ്മൾ പിന്നീട് വിശദമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അതിനുള്ള ഷോർട്ട് കട്ടുകളാണ്. പിന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ സൈറ്റിലേക്ക് വന്നാൽ ഇതിലെ ആദ്യത്തെ ഒരു ഇൻഫർമേഷനാണ് ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. അതിന് ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 23/2009 എന്നുള്ള സർക്കുലറുണ്ട്. കളക്ഷൻ ഓഫ് ആനുവൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, ഡയറക്ഷൻസ് ആൻഡ് ചെക്ക് മെമ്മോസ്. വളരെ ആധികാരികമായ ഒരു സർക്കുലറാണ്. പിന്നെയുള്ളത് നമ്പർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്ലാങ്ക് ഫോമാണ്. അത് തയ്യാറാക്കുന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ ടേബിൾ 1 PCIRDB, ടേബിൾ 2 PSES, അങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ടേബിൾ 55 മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ടേബിൾ വരെയുള്ള എല്ലാ ടേബിളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക, അയക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം. ഈ സൈറ്റിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇൻഫർമേഷൻ നമ്മൾ ഹൈഡ് ചെയ്തിട്ടില്ല. ആർക്കും ഏത് സമയത്തും ഈ സൈറ്റിലേക്ക് പ്രവേശിച്ച് ഇതിലെ റിസോഴ്സസ് എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ സൈറ്റ് ഉപയോഗിക്കുക, പരമാവധി അറിവ് നേടുക, നമ്മുടെ വകുപ്പിലെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് ഈ സഹകാരി വെബ്സൈറ്റിനെ പരിചയപ്പെടുത്തുന്നതിനുള്ള പഠന പരമ്പരയിലെ ഒന്നാമത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.